ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ക്രിസാന്തമം പ്ലാന്റിൻ്റെ കെയറും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷനും. നമ്മൾ സാധാരണ വിളിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ ജമന്തി എന്നാണ്. ജമന്തി മിക്കവാറും നഴ്സറിയിൽ കാണുമ്പോൾ എല്ലാവരും മടിക്കും വാങ്ങിക്കാൻ. ഇതിൻ്റെ ഭംഗി കാരണം നമ്മൾ ചിലരൊക്കെ വാങ്ങിക്കുമെങ്കിലും കൂടുതൽ ആൾക്കാരും ഇത് വാങ്ങിക്കാൻ മടിക്കുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് കെയർ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സീസണൽ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്നതാണ്. അത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 10-15 തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ലെനി മാത്യു മാഡമാണ്. മാഡത്തിൻ്റെ ഗാർഡൻ നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം. അതിനുശേഷം മാം ഇതിനെപ്പറ്റി ഈ ഒരു പ്ലാന്റിൻ്റെ കെയറും പോട്ടിംഗ് മിക്സ് ചെയ്യുന്നതിൻ്റെ രീതിയും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പേര് ലെനി എന്നാണ്. ഞാൻ പഞ്ചാബിലാണ് താമസം. എല്ലാവരും തന്നെ ജമന്തി വളരെ ആഗ്രഹിച്ച് മേടിച്ച് നട്ട് വളർത്താറുണ്ട്. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നു എന്നൊരു പരാതി ഒരുപാട് പേര് പറയുന്നുണ്ട്. ചെടി നന്നായിട്ട് വരുന്നില്ല, ചെടി നന്നായിട്ട് പൂക്കുന്നില്ല എന്ന്. എന്നാൽ ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജമന്തി നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കാലങ്ങളോളം ഈ ജമന്തി തന്നെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. അതെങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. ഇതുണ്ടോ, ഇതൊക്കെ ഈ സീസണിലെ പൂക്കളാണ്. ഇങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതെങ്ങനെയാണ് നട്ടു വളർത്തുന്നത് എന്നറിയാൻ. അതിനുള്ള ചില പൊടിക്കൈകൾ, ഇതെങ്ങനെയാണ് ഈ ചെടികളെ വർഷങ്ങളോളം നമുക്ക് നിലനിർത്താൻ പറ്റുന്നത് എന്നും പറഞ്ഞുതരാം. ഇത് പൂക്കൾ തീർന്നതാണ്. പൂക്കൾ തീർന്നു. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ അധികം വൈകാതെ ഇതെല്ലാം കട്ട് ചെയ്ത് വിടും, ഈ പൂക്കളെല്ലാം. പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെടിയുടെ മൊട്ടിലോ ഇലകളിലോ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ നമ്മളങ്ങനെ നിർത്തിയേക്കുവാണെങ്കിൽ ഈ പൂക്കൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യും, ഒരുപാട് ദിവസം വിരിഞ്ഞിങ്ങനെ നിൽക്കും, അഴുകിപ്പോകില്ല. വെള്ളം വീണാൽ ഈ പൂക്കൾ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. ഈച്ച വരും, ഈച്ചയും പ്രാണിയെല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് അത് നശിച്ച് പോകും. ഇടയ്ക്ക് ചെറിയ കീടങ്ങളുടെ ഒരു ശല്യമുണ്ട്, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കറുത്ത ചെറിയ കീടങ്ങൾ, അതിനുള്ള കീടനാശിനി സമയാസമയങ്ങൾ തളിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ പൂക്കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ നിർത്താൻ പാടില്ല, ഇത് കളയണം. ഇത് മുറിച്ച് കളഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെ നമ്മൾ മാറ്റി നടുകയോ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ വെക്കുകയോ ചെയ്യാറ്. കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ പൂക്കളെല്ലാം പറിച്ച് നുള്ളി കളഞ്ഞിട്ട് ഇതിനിങ്ങനെ തന്നെ വെക്കും. അപ്പോൾ അതേ കാണാം, ഇത് കണ്ടോ, ചെറിയ തൈകൾ നിറയെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബ്രാഞ്ചസ് ഇതേപോലെ വരും. ഒരു ജൂലൈ മാസമൊക്കെ ആകുന്നതുവരേക്കും ഈ ചെടിക്കിന് വേറെ വലിയ സംരക്ഷണം ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളം മാത്രം കൊടുത്ത് ഇതിനിങ്ങനെ നിർത്തിയാൽ മതി. അപ്പം നിറച്ച് ഇതേപോലെ വരുന്ന തണ്ടുകളുണ്ടാവും. നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് ഈ തണ്ടാണ്. ഈ തണ്ടിനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീസൺ അല്ല, എന്നാലും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഈ തണ്ടിനെ നമ്മളിങ്ങനെ നുള്ളിയെടുത്ത് തയ്യാറാക്കിയ മിശ്രിതം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചകിരിച്ചോറ് ആണ് കൂടുതലുള്ളത്. മണ്ണും മണലും ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിനകത്ത് ഇത് നിറച്ച് കുത്തണം. ഇത് 1-2 പോരാ, ഇതേപോലെ നിറച്ച് ഈ
ഇത്രയും വലുപ്പത്തിൽ, ഇതാണ് അതിൻ്റെ വലിപ്പം. ഈ വലുപ്പത്തിൽ ഇതിനെ അങ്ങ് നിറച്ച് ഒരു പഴയ ചട്ടി എടുത്തിട്ട് മണ്ണ് നിറച്ചിട്ട് ഇതേപോലെ നിറച്ച് നമ്മൾ കുത്തുക ചെയ്യുന്നത്, ഇങ്ങനെ ഒടിച്ച് കുത്തുക ചെയ്യുന്നത്. ഒരു 15-20 ദിവസം കഴിയുമ്പോഴേക്കും പയ്യെ വേര് പിടിക്കും. വേര് പിടിച്ച് പുതിയ ചെടി ഉണ്ടാവും. ഈ പുതിയ ചെടിയാണ് നമ്മൾ ചട്ടിലോട്ട് മാറ്റി നടുന്നത്. അപ്പോൾ ഈ പഴയ ചെടിക്ക് എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ, ഈ പഴയ ചെടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ ഇത് നശിച്ചു പോകും. അതോടുകൂടി നമുക്ക് ആ ഒരു വെറൈറ്റി ജമന്തി നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പുതിയത് വാങ്ങിക്കണം. അപ്പം ഇത് തന്നെ നമുക്ക് എല്ലാ വർഷവും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒടിച്ചു കുത്തി പുതിയ ഇതുണ്ടാക്കാം. എന്നിട്ട് ഈ പഴയ ചെടീനെ നമ്മളങ്ങ് പറിച്ച് കളയുക ചെയ്യുന്നത്. പിന്നെ അതിനെ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ഒരുപാട് തൈകളുണ്ടാവും. നടുമ്പോൾ ഇത് വേര് പിടിച്ച ഈ തൈയിനെ നമ്മൾ എന്നാ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി നടുന്നത് ഒരു ചട്ടിയിൽ, അതേപോലെ മണ്ണും മണലും ചാണകപ്പൊടി, ചകിരിച്ചോറ്, വെള്ളം കെട്ടി നിൽക്കരുത്. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ നമ്മൾ മണ്ണൊരുക്കരുത്. വളമായിട്ട് ചാണകം തന്നെയാണ് ആദ്യമേ തന്നെ ചേർക്കുന്നത്. ഇതിനകത്തോട്ട് ഈ ചെടിയിലൊരു 3-4 തൈകൾ പറിച്ച് നമ്മൾ മാറ്റി നടുക ചെയ്യുന്നത്. ഒരു 5 നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ പോകുമായിരിക്കും. എന്നാലും ബാക്കിയുള്ളത് നന്നായിട്ടിരിക്കും. അതൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ അത് വളർന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കൂമ്പ് പിന്നെയും നുള്ളിവിടും. കൂമ്പ് നുള്ളിവിടുമ്പോൾ പിന്നെയും നിറച്ച് ബ്രാഞ്ചസ് വരും. ചട്ടി നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതുണ്ടോ, ഇതൊക്കെ അങ്ങനെ പിടിപ്പിച്ച് നമ്മൾ ചെയ്തേക്കുന്ന ജമന്തികളാണ്. പൂ പോയതൊക്കെ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. സീസൺ ഇതല്ല. ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ അവസാനം ഓഗസ്റ്റ് ആകുമ്പോഴേക്കാണ് നമ്മൾ അതിൻ്റെ തലപ്പ് ഒടിച്ചു കുത്തുന്നത്. ആ ഒടിച്ചു കുത്തിയ തലപ്പ് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ പയ്യെ വേര് പിടിക്കും. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനെ ചട്ടിയിലോട്ട് മാറ്റി നടാം. ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞില്ലേ, 3-4 തൈകൾ ഒരു ചട്ടിയിൽ നടണം. അത് വളർന്ന് ഒരു കുറച്ച് പൊക്കമായി കഴിയുമ്പം അതിൻ്റെ കൂമ്പ് ഇതേപോലെ അങ്ങ് നുള്ളി വിട്ട് കഴിയുമ്പോഴാണ് 2 ഇല അങ്ങ് വിട്ട് കഴിയുമ്പോഴേക്കും നിറച്ച് പൊട്ടും. അങ്ങനെ പൊട്ടി വരുന്നതാണ് ചെടി ചട്ടി നിറഞ്ഞു പൂക്കാൻ ഉള്ള കാരണം. ഏതാണ്ട് ഈ സമയത്ത് പൂ തീരുന്ന ഒരു സമയമാണ്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടിത് ചെയ്തത്. ഇതിൻ്റെ സീസൺ ഇപ്പോഴല്ല. ഈ നമ്മൾ തല പൊടിച്ച് കുത്തേണ്ട സീസൺ ഇപ്പോഴല്ല. ജൂലൈ അവസാനം ഓഗസ്റ്റേ ചെയ്യാവുള്ളൂ. എന്നാലേ അത് അങ്ങനെ നന്നായിട്ട് ആ ഒരു സീസണിൽ നന്നായിട്ട് പൂക്കുള്ളൂ. ജമന്തികൾ മാത്രമല്ല, ഡാലിയ, കാർണേഷ്യം, പെൻഡാസ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ വിധത്തിൽ പിടിപ്പിച്ചെടുക്കാം. കലാൻഷ്യ, ഇതൊക്കെ നമുക്ക് ഈ വിധത്തിൽ തന്നെ പിടിപ്പിച്ച് എടുക്കാവുന്ന ചെടികളാണ്. ജമന്തി ചെടിക്ക് രാവിലത്തെ വെയിലാണ് ഏറ്റവും നല്ലത്. 4-5 മണിക്കൂർ കിട്ടുന്ന വെയിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നു വരും. അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, നല്ല പോലെ മഴ പെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും പുറത്ത് വെക്കരുത്. നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും, വെള്ളം കെട്ടി നിന്നിട്ട്. അതുകൊണ്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. എപ്പോഴും പോട്ടിൽ വളർത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത് ഇതിൻ്റെ റൂട്ട്സിൻ്റെ ഭാഗത്താണ്. അവിടെ വെള്ളം കെട്ടി നിന്ന് ചീത്തയാകുകയാണ് സാധാരണ ഈ ചെടിയിൽ ഉള്ള പ്രശ്നം. നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ വെയിലുള്ള ഭാഗത്തേക്കൊക്കെ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ചെടി വാടി അതിൻ്റെ മുട്ടുകളെല്ലാം കരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മളതിൻ്റെ ഒരു ഭംഗി കണ്ട് അതിൻ്റെ പൂക്കളെല്ലാം കണ്ടിട്ടായിരിക്കാം വാങ്ങുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഈ കവറിൽ നിന്ന് പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് താഴത്തെ റൂട്ട്സിനൊന്നും ഒരു ക്ഷതവും പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ മാറ്റി നടാനായിട്ട്. ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ NPK നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബനാന പീലിൻ്റെ ഫെർട്ടിലൈസർ അത് വേണമെങ്കിലും നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ മാത്രം, മുട്ട് വരുന്നതിന് മുമ്പായിട്ട് മാത്രമേ നമ്മൾ ഈ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ ആദ്യം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലുതായിട്ടൊന്നും ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല.
ഇതിൽ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്, നമ്മുടെ ഇലകളെല്ലാം തിന്നാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം സോപ്പ് ലായനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം പൂർണ്ണമായി മാറിക്കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും വരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ.